നമസ്കാരം. മാസപ്പടി കേസ് മുറുകുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമായി ഈ വിഷയത്തിൽ പ്രകോപനമില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി എന്നത് തന്നെ അദ്ദേഹത്തിന്റെ കപട ആത്മവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. ഇതിനു മുൻപ് മകളെക്കുറിച്ചോ മകനെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒക്കെ പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന പിണറായിയാണ് കഴിഞ്ഞ ദിവസം ഈ കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത്. ഇനി പിണറായിയുടെ മുമ്പിലുള്ള ഏക വഴി ഈ ആത്മവിശ്വാസം മാത്രമാണ്. പിണറായിയുടെ ഈ പുഞ്ചിരിയിൽ നിന്നും ആത്മവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് പതിവ് പോലെ ഇത്തരം സാഹചര്യങ്ങളിൽ പിണറായിയെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്ന രണ്ട് നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടും പോളിറ്റ് ബ്യൂറോയിൽ പോലും പ്രവേശിപ്പിക്കാതെ അകറ്റി നിർത്തിയതിന്റെ വേദനയും നിരാശയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇക്കുറിയും AK ബാലൻ സ്നേഹിച്ചുകൊണ്ട് പണി കൊടുത്തത്. AK ബാലൻ ബോധപൂർവം ചില കള്ളങ്ങൾ പറയുന്നു. ഇത് അഴിമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് കോടതിയിൽ, മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഒരു കേസ് കൊടുത്തു. വിജിലൻസ് കോടതി അത് തള്ളി. അതിനെതിരായി ഒരു റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഇപ്പോൾ കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കോ എതിരായി ഒരു നോട്ടീസ് പോലും ഹൈക്കോടതി ഇതുവരെ അയച്ചിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഒരു കേസ് നിലനിൽക്കുമ്പോൾ കമ്പനി നിയമപ്രകാരം ഒരാൾ കേസ് കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇതിൽ ഫ്രോഡില്ല, ഫ്രോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞ സാഹചര്യത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസി ഒരു 6 അംഗ കമ്മീഷനെ ഇപ്പം വെച്ചിട്ടുള്ളത്? അപ്പോൾ ഇത് തീർത്തും ഒരു മനുഷ്യനെ, ഒരു കുടുംബത്തെ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും നടക്കുന്ന ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചനയുടെ പിന്നിൽ ചില ശക്തികളുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത് ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വ്യക്തമാവും. ഇങ്ങനെ കള്ളം പറയാൻ ബാലനല്ലേ കഴിയൂ? ബാലൻ പറയുന്നത് പിണറായിക്കും മകൾക്കും ഒരു ബന്ധവുമില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അവരെക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഈ കേസ് മുമ്പോട്ട് പോവേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞു എന്ന തിയറിയുമായി രംഗത്ത് വരുന്നു. മാത്രമല്ല, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം എങ്ങനെയാണ് ഒരു ഏജൻസിക്ക് അന്വേഷിക്കാൻ കഴിയുന്നത് എന്ന വിചിത്രമായ ചോദ്യം ചോദിക്കുന്നു. എത്ര ബോധപൂർവമാണ് ബാലൻ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് പിണറായിക്കിട്ട് പണി കൊടുക്കുന്നത് എന്ന് നോക്കുക. ഹൈക്കോടതി അങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടേയില്ല. കോടതി കേസന്വേഷണവുമായി മുമ്പോട്ട് പോകാൻ അനുമതി കൊടുത്തു. കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടി. നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണമെന്ന് പറഞ്ഞു. അവർ അതിന് കൃത്യമായി മറുപടി കൊടുക്കാത്തപ്പോൾ കോടതി ശകാരിച്ചു. എന്നിട്ട് അതിൽ ഉത്തരവ് പറയാൻ ഇരിക്കുമ്പോൾ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ അന്വേഷിച്ചു എന്ന് റിപ്പോർട്ട് കൊടുക്കുന്നതോടുകൂടി ഷോൺ ജോർജിന്റെ പരാതി തന്നെ അസാധുവായി. അതുകൊണ്ട് ഷോൺ ജോർജ് അടുത്ത സിറ്റിംഗിൽ പരാതി പിൻവലിച്ചേക്കാം, അല്ലെങ്കിൽ കോടതി തീർപ്പായതുകൊണ്ട് വിധി പറയുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഇതാണ് യാഥാർത്ഥ്യം. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് അവരുടെ മുൻപിൽ എത്തിയ തെളിവുകൾ പരിശോധിച്ച് അവർ കൃത്യമായ വിധി പറഞ്ഞു. ആ വിധിയോട് എതിർപ്പില്ലാത്തത് കൊണ്ട് പിണറായിയുടെ മകളുടെ കമ്പനിയോ അല്ലെങ്കിൽ വിവാദമായ കരിമണൽ കമ്പനിയോ അപ്പീൽ പോലും കൊടുത്തിട്ടില്ല. എന്നിട്ടും ബാലൻ പറയുകയാണ് കോടതി ഇങ്ങനെയാണ് പറഞ്ഞത്, സെറ്റിൽമെന്റ് ബോർഡ് ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതാണ് CPM-ന്റെ ഒരു രീതി. തങ്ങൾ പറയുന്ന ഏത് പച്ചക്കളവും അണികൾ വിശ്വസിക്കുമെന്ന ആത്മവിശ്വാസം. സമാനമായ വിശദീകരണമാണ് EP ജയരാജൻ പറഞ്ഞത്. അതിന് മുഖ്യമന്ത്രി എന്തിനാ വലിച്ചെടുക്കുന്നത്? മുഖ്യമന്ത്രി എന്തിനാ അതിൽ പോയി മറുപടി പറയേണ്ട കാര്യം? ഇതെല്ലാം കമ്പനികളും വ്യക്തികളും സ്ഥാപനങ്ങളും അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഫലപ്രദമായ മാനേജ്മെന്റും ഉണ്ട്. അവർ പറയേണ്ട കാര്യങ്ങളേ ഉള്ളൂ, അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട്. ഇതിനെ എല്ലാം എടുത്ത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയെ ദുർബലപ്പെടുത്താൻ പല വഴികളും നോക്കിയല്ലോ. ഒരു വഴിയിലും ക്ലച്ച് പിടിച്ചില്ല. എന്നാൽ ഇരിക്കട്ടെ, ഈ പുതിയ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാ ഇത്തരത്തിൽ വഴിവിട്ട കാര്യങ്ങൾ ചെയ്യുന്നത്? BJPക്ക് വേണ്ടി വക്കാലത്തെടുക്കല്ലേ? ഈ ഗവൺമെന്റിനെ കളങ്കപ്പെടുത്താൻ വക്കാലത്തെടുക്കല്ലേ? അതുകൊണ്ടൊന്നും ഈ ഗവൺമെന്റ് ദുർബലപ്പെടുമെന്ന് ധരിക്കരുത്. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഞങ്ങൾ ഭയപ്പെടേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ധൈര്യത്തോടു കൂടി കരുത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും കാണിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയോ നിങ്ങൾക്ക് കളങ്കപ്പെടുത്താൻ കഴിയും എന്ന് ധരിക്കരുത്. ഇത് ജനങ്ങളുടെ മുമ്പിൽ കൂടുതൽ തിളക്കത്തോടു കൂടി ഉയർന്നു വരും. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പിണറായിയെ കളങ്കപ്പെടുത്താൻ കഴിയില്ല എന്നാണ് EP ജയരാജന്റെ ഭാഷ്യം. സത്യമാണത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കളങ്കപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പിണറായി ഇതിനോടകം കളങ്കിതനാണ്. ആ കളങ്കം കണ്ടെത്തി ആ നിയമപരമായി നടപടിയെടുക്കാനാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ജയരാജനെ കുറ്റം പറയാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കളങ്കപ്പെടുത്താൻ കഴിയില്ല. കളങ്കിതനായ നമ്മുടെ മുഖ്യമന്ത്രിയുടെ തനിനിറം
പുറത്തു കൊണ്ടുവരിക അല്ലെങ്കിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്ന പണിയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചെയ്യുന്നത്. ഓർക്കണം, ബാലനും ജയരാജനുമാണ് ന്യായീകരണവും വിശദീകരണവും രംഗത്തെത്തിയത്. പിണറായി ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്നതല്ലാതെ ആരോപണത്തെക്കുറിച്ച് കമാനരക്ഷണം പറഞ്ഞിട്ടില്ല. പിണറായിയുടെ മകളാവട്ടെ ഇന്നേ വരെ വാ തുറന്നിട്ടുമില്ല. അതുകൊണ്ട് ഈ ന്യായീകരണങ്ങളൊന്നും പിണറായിയെയും കുടുംബത്തെയും രക്ഷിക്കില്ല എന്ന് വ്യക്തമാണ്. കാരണം SFIO അല്ലെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്ന സംവിധാനം രാജ്യത്ത് അപൂർവമായി മാത്രം പ്രവർത്തിക്കുന്ന അതിശക്തമായ സംവിധാനമാണ്. ആർക്കും കളങ്കപ്പെടുത്താൻ പറ്റുന്ന ഒരു സംവിധാനമേ അല്ല. ഈ ROCകൾ, രജിസ്ട്രാർ ഓഫ് കമ്പനീസിലെ ഏറ്റവും നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഏറ്റവും പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ ആണ് വാസ്തവത്തിൽ SFIOയ്ക്ക് നിയമിക്കുന്നത്. അതുകൊണ്ട് തന്നെ SFIOയ്ക്ക് പ്രത്യേക അധികാരങ്ങളുണ്ട്. ആ അധികാരത്തിന് രാഷ്ട്രീയ ഇടപെടൽ പോലും സാധ്യമല്ല. SFIO ഒരു കേസന്വേഷണം ഏറ്റെടുത്താൽ അതിനർത്ഥം പണി വരുന്നു എന്ന് തന്നെയാണ്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുറ്റം ചെയ്തു എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. ആദ്യം ഇത് പറഞ്ഞത് ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്ന കോടതിയാണ്. ആ കോടതിയുടെ വിധിയിൽ അപ്പീൽ കൊടുത്തിട്ടില്ല, അതിനെതിരെ നടപടിയെടുത്തിട്ടില്ല. അതിൽ പരാമർശിക്കപ്പെട്ട ഒരു കമ്പനിയും, അത് CMRL ആണെങ്കിലും എക്സാലോജിക് ആണെങ്കിലും. അതുകൊണ്ട് തന്നെ അതിന്റെ പിൻപറ്റിയുള്ള അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും പിണറായിയുടെ കുടുംബം കുടുങ്ങിയത് തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ബാംഗ്ലൂർ ROCയുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസന്വേഷണവുമായി SFIO പോകുന്നത്. ബാംഗ്ലൂർ ROCയുടെ കണ്ടെത്തലുകൾ ഗുരുതരമാണ്. അതിൽ എക്സാലോജിക്കിന്റെ കാര്യവും മുഖ്യമന്ത്രിയുടെ കാര്യവും ഒക്കെ എടുത്ത് പറയുന്നുണ്ട്. അതിനേക്കാൾ ഗുരുതരമായ ഒരു ബോംബ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് കൊച്ചിയിൽ ഇരിപ്പുണ്ട്. അത് SFIO വിളിച്ചു വരുത്തിയേക്കുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ വിവാദത്തിന് തുടക്കം കുറിച്ച ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയുടെ കാരണം കൊച്ചി ഇൻകം ടാക്സ് നടത്തിയ ഒരു അന്വേഷണമാണ്. കൊച്ചി ഇൻകം ടാക്സ് വളരെ വ്യക്തമായി CMRL കമ്പനിയെ കുറിച്ച് അന്വേഷിക്കുന്നു. CMRL കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കുന്നു. അതിന്റെ ഭാഗമായി റെയ്ഡ് നടത്തുന്നു. അതാണ് പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലും റെയ്ഡ് നടത്തിയത്. അങ്ങനെ കൊച്ചി ഇൻകം ടാക്സ് വിശദമായി തന്നെ അന്വേഷണം നടത്തി ഉദ്യോഗസ്ഥന്മാരോടും മുൻ ജീവനക്കാരോടും ഒക്കെ ചോദ്യം ചെയ്ത് വലിയ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് CMRL കമ്പനി 135 കോടി രൂപ മാസപ്പടിയായി പലർക്കും കൊടുത്തിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നത്. അതിൽ പിണറായി വിജയന്റെ മകളുടെ മാസപ്പടി മാത്രമാണ് വിവാദമായത്. ആ 1,72,00,000 രൂപയ്ക്ക് പുറമെ ഏതാണ്ട് 135 കോടിയുടെ മാസപ്പടി CMRL കമ്പനി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് CMRL മാസപ്പടി കൊടുക്കുന്നത്? CMRL എന്ന് പറയുന്നത് വലിയ തോതിൽ പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന കരിമണൽ ഖനനമടക്കമുള്ള ജോലികൾ ചെയ്യുന്നതാണ്. തീരദേശ ശോഷണമുണ്ടാക്കുന്നു, മത്സ്യത്തൊഴിലാളികളുടെ ജീവിതോപാധികൾ ഇല്ലാതാക്കുന്നു, വലിയ തോതിൽ പരിസ്ഥിതി മലിനീകരണം നടത്തുന്ന കമ്പനിയാണ്. അതുകൊണ്ട് പരിസ്ഥിതിക്കാര് സമരം ചെയ്യാം, രാഷ്ട്രീയക്കാർ പിന്തുണയ്ക്കാം, പോലീസ് കേസെടുക്കാം, മാധ്യമ പ്രവർത്തകർ വാർത്ത കൊടുക്കാം. ഈ കൂട്ടരെ എല്ലാം തടയിടുക എന്ന ലക്ഷ്യത്തിലാണ് 135 കോടി രൂപ കൈക്കൂലി കൊടുത്തത്. ഈ 135 കോടിയിൽ സിംഹഭാഗവും കൈപ്പറ്റിയത് ഭരണകക്ഷിയാണ്. PV എന്ന ചുരുക്കപ്പേരിൽ പിണറായി വിജയനാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഭരണകക്ഷി പണം കൈപ്പറ്റിയിരിക്കുന്നു. പിണറായിയുടെ കുടുംബവും പണം കൈപ്പറ്റിയിരിക്കുന്നു. അത് മാസപ്പടിയിലെയും മറ്റും. പ്രതിപക്ഷത്തെ പാർട്ടികൾ, BJPക്കാരുടെ പേരൊന്നും വിവരം വന്നിട്ടില്ല. എന്നാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് BJPക്കാരടക്കമുള്ളവർ ഈ ലിസ്റ്റിലുണ്ട് എന്നതാണ്. പരിസ്ഥിതി പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, IPS, IAS ഉദ്യോഗസ്ഥർ, പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ കൈക്കൂലി കൈപ്പറ്റിയിട്ടുണ്ട്. ഈ വിശദാംശങ്ങളും ചോദ്യം ചെയ്യൽ റിപ്പോർട്ടുകളും എല്ലാം കൊച്ചിയിലെ ഇൻകം ടാക്സ് ഓഫീസിൽ ഇരിക്കുകയാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡ് വിധി പ്രഖ്യാപിച്ചത്. ആ വിധിയുടെ പശ്ചാത്തലത്തിലാണ് ബാംഗ്ലൂർ ROC റിപ്പോർട്ട് കൊടുത്തതും ഇപ്പോൾ SFIOയുടെ അന്വേഷണം പ്രഖ്യാപിച്ചതും. SFIO അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ ഈ പറയുന്ന കൊച്ചിയിലെ ഇൻകം ടാക്സ് കമ്മീഷൻ ഓഫീസിൽ ഇരിക്കുന്ന ഈ ഫയൽ ചോദിച്ചു വാങ്ങും. ഈ ഫയലിലെ കണ്ടെത്തലുകളെ കുറിച്ച് അന്വേഷണം നടത്തും. അങ്ങനെ വരുമ്പോൾ രണ്ട് കമ്പനികളുടെയും മുഴുവൻ ജീവനക്കാരെയും മുൻ ജീവനക്കാരെയും അക്കൗണ്ട്സും സാമ്പത്തിക ഇടപാടുകളും ക്ലയൻസും ഒക്കെ ഇതിന്റെ ഭാഗമാവും. അതുകൊണ്ട് തന്നെ എക്സാലോജിക്കിന് സേവനം എന്ന നിലയിൽ ആരൊക്കെ മാസപ്പടി കൊടുത്താലും, ഒരുപാട് കമ്പനികളുടെ പേരുണ്ട്, പ്രതീക്ഷ വിശ്വനാഥൻ 6 കമ്പനികളുടെ പേര് പറഞ്ഞിരുന്നു, ആരൊക്കെ മാസപ്പടി കൊടുത്താലും അവരൊക്കെ ചോദ്യം ചെയ്യൽ വിധേയമാകും. അവരൊക്കെ എന്തു സേവനമാണ് എക്സാലോജിക്ക് നൽകിയത് എന്ന് പറയേണ്ടി വരും. അവർക്ക് അവരുടെ കാര്യം നോക്കിയാൽ മതി. ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൊടുത്തു, ഞങ്ങൾ ഒരു സേവനവും കൈപ്പറ്റിയിട്ടില്ല എന്ന് അവർ പറഞ്ഞാൽ പിണറായിയുടെ മകൾ കുടുങ്ങിയത് തന്നെ മകളിൽ മാത്രം നിൽക്കില്ല. നേരിട്ട് പിണറായി പണം വാങ്ങി എന്ന ആരോപണമുണ്ട്. കൂടാതെ KSIDC എന്ന് പറയുന്ന പിണറായിയുടെ മാനേജ്മെന്റിലുള്ള സർക്കാർ സ്ഥാപനത്തിന് ഈ CMRL പങ്കാളിത്തമുള്ളത്. അതുകൊണ്ട് വലിയൊരു ബോംബ് തന്നെയാണ് കൊച്ചിയിലിരിക്കുന്നത്. ആ ബോംബിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുമ്പോട്ട് പോയാൽ പിണറായിയും
അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ പാർട്ടിയും പെട്ടത് തന്നെ ആർക്കും രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. PC ജോർജും മകനും ഡൽഹിയിൽ പോയി വലിയ കരുനീക്കങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ BJPയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊരാഗ്രഹം BJP നേതൃത്വത്തിനുണ്ട്. അതിന് അവർ കണ്ടെത്തിയ ഏക വഴി ക്രൈസ്തവ സമുദായത്തിന് വിശ്വാസം ഉണ്ടാക്കുക എന്നതാണ്. പല വഴികൾ അവർ ശ്രമിച്ചു, പക്ഷെ അതൊന്നും ഫലപ്രദമായിട്ടില്ല. അവിടെയാണ് PC ജോർജ് എന്ന മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവർക്കിടയിൽ സ്വാധീനമുള്ള മെത്രാന്മാരുമായി ബന്ധമുള്ള നേതാവിനെ പിടിച്ചത്. ഈ നേതാവും മകനും ഡൽഹിയിൽ ചെന്ന് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സീറ്റ് ആയിരുന്നില്ല, അക്കമഡേഷൻ ആയിരുന്നില്ല, പിണറായിയും അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട അഴിമതികളെക്കുറിച്ചുള്ള സത്യസന്ധമായ അന്വേഷണമായിരുന്നു. അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴത്തെ SFIയുടെ അന്വേഷണം. അതുകൊണ്ട് തന്നെയാണ് പിണറായിയും കുടുംബവും ആശങ്കപ്പെടേണ്ടതും പേടിക്കേണ്ടതും.